ഞാൻ ഡയറ്റിംഗ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഡയറ്റിംഗ് ചെയ്യുമ്പോൾ എനിക്ക് വിഷാദം വരാനുള്ള സാധ്യതയുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ഫുഡും ഡിപ്രഷനുമായിട്ട് നമുക്ക് വിട്ടുകളയാനാവാത്ത ഒരു കണക്ഷനുണ്ട്. അതായത് ഡിപ്രഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ബ്രെയിൻ കെമിക്കൽസ്, അതായത് സെറോട്ടോണിൻ, ഡോപ്പമീൻ, നോറഡ്രിനാലിൻ പോലെയുള്ള കെമിക്കൽസൊക്കെ അതിൻ്റെ പ്രൊഡക്ഷനും സപ്ലൈ ചെയ്യാനും അതിൻ്റെ ഫങ്ഷനിങ്ങിനൊക്കെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ B12, വൈറ്റമിൻ B9, വൈറ്റമിൻ D3. അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷനിങ്ങിന് ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ്സ് വളരെ എസെൻഷ്യലാണ്. അപ്പോൾ നമ്മൾ ഡയറ്റിങ്ങിലൂടെ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫൈബേഴ്സ്. ഈ 3 സംഭവങ്ങളും നമ്മളുടെ ഗട്ട് ഹെൽത്ത്, അതായത് നമ്മളുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഗട്ട് ഹെൽത്തും ഡിപ്രഷനുമായിട്ട് ഒത്തിരി കണക്ഷനുണ്ട്. ഡയറ്റിങ്ങിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ലൈക്ക് വൈറ്റമിൻസിൻ്റെയും ഫാറ്റി ആസിഡ്സിൻ്റെ ഒക്കെ ഒരു ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാർബ് റെസ്ട്രിക്ഷനോട് കൂടിയുള്ള ഡയറ്റിംഗ് ആണെങ്കിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫൈബേഴ്സിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം നമ്മുടെ ഈ ബ്രെയിൻ കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷനെ അത് ബാധിക്കും, അതുപോലെ തന്നെ ഗട്ട് ഹെൽത്തിനെ അത് ബാധിക്കും. അത് കാരണം ഡിപ്രഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡയറ്റ് ഒരു നല്ല പ്രോപ്പർ പ്ലാനോട് കൂടിയുള്ളൊരു ഡയറ്റിംഗ് ചെയ്യുക. എല്ലാ ന്യൂട്രിയൻസും ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളൊരു ഡയറ്റിംഗ് ചെയ്യുക. അതർവൈസ് നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കേണ്ടതാണ്.